ശരിക്കും ഞാൻ പേടിച്ചുപോയി. ആ, മേഘൻ ഏത് നിമിഷവും വരുമെന്നുള്ള ഒരു പേടിയുണ്ടല്ലേ, അതുകൊണ്ടാ ഇങ്ങനെ പേടിച്ചത്. അങ്ങനെ ഒരാള് എന്തിനാ ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്യാതെ അടുക്കളയിൽ വന്ന് നിൽക്കുന്നത്? അയ്യോ, ഫ്രണ്ട് ഡോർ ഞാൻ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നല്ലേ. അയ്യോ അയ്യോ ഈശ്വരാ. അപ്പോഴേ ലോക്ക് ചെയ്യണമെന്നുള്ള മുന്നറിയിപ്പായിപ്പാ കിട്ടിയത്. അല്ല, ഇന്ന് ഓട്ടോ ഒന്നും പോണ്ടായിരുന്നോ? പെട്ടെന്ന് ഇങ്ങ് വന്നല്ലോ. ഓട്ടോ ഉണ്ടായാലും ഇല്ലെങ്കിലും വൈകുന്നേരം വരെ അവിടെ നിൽക്കണം, അത് തോമസ് സാറിന് നിർബന്ധം. പിന്നെ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് ഓടി വന്നത് ഒരു സന്തോഷ വാർത്ത പറയാനാ. അത് പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോണം. എന്താ സാഗരേട്ടാ? ഇന്ന് ഞാനൊരു കാഴ്ച കണ്ടു. മാർക്കോയുടെയും അനന്തു സാറിന്റെയും തോളിൽ തൂങ്ങി നടക്കുന്ന നിന്റെ ഏട്ടനെ. സാഗരേട്ടൻ സ്വപ്നം കണ്ട കാര്യമാണോ പറയുന്നത്? അല്ല, സാറിന്റെ വലത് കാലിന് മാത്രമല്ല ഇടത് കാലിനും ചലനശേഷി കിട്ടിയിട്ടുണ്ട്. നട്ടലിനും നേരിയ ചലനശേഷി വന്നിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഈശ്വരാ, ഞാൻ പൂജാമുറിയിൽ കയറുമ്പോഴൊക്കെ കണ്ണേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കണ്ണേട്ടൻ എന്നെ ഇഷ്ടമല്ലെങ്കിലും ഏട്ടന്റെ സ്വഭാവം എനിക്കറിയാം. ഇത്രയും നന്മയും സ്നേഹമുള്ളൊരു മനസ്സ് വേറെ ആർക്കും കാണില്ല. അതുപോലെ തന്നെയാ തന്റെ ഏട്ടത്തിയുടെ കാര്യം. അവര് നിന്റെ ഏട്ടനെ സ്നേഹിക്കുന്നത് പോലെ ഒരു പെൺകുട്ടികളും ഇന്ന് വരെ സ്വന്തം ഭർത്താവിനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. കാത്തിരുന്ന് നിന്റെ കണ്ണേട്ടന് കിട്ടിയത് വലിയൊരു നിധിയാ. അത് അദ്ദേഹത്തിന്റെ സമ്പത്തിനേക്കാളും എത്രയോ മുകളിലാ. ഏട്ടത്തെ വളയ്ക്കാൻ പിന്നാലെ നടന്നതുകൊണ്ട് അതൊക്കെ അറിയാല്ലേ? അതൊക്കെ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ വളരെ യാദൃശികമായിട്ടാ ഞാൻ ഈ കാഴ്ചകൾ കാണുന്നത്. ഞാൻ കണ്ടത് തന്നെ അവർക്ക് വലിയ ഭയമായിരിക്കേ. ഇനി ഞാൻ ആരോടെങ്കിലും പറയൂന്ന് കരുതിയിട്ട്. നിന്നോട് പോലും പറയരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ നിനക്ക് സന്തോഷാവൂന്നറിയാം. അതുകൊണ്ടാ കേട്ട പാടെ ഓടി ഇങ്ങ് വന്ന് പറഞ്ഞത്. ഇനിയിപ്പോ ഇത് വിളിച്ചു ചോദിക്കാനൊന്നും നിൽക്കണ്ട. നീ ഇത് അറിഞ്ഞതായിട്ടും ഭാവിക്കണ്ട. പിന്നെ നിന്നോട് ഞാനിത് പറഞ്ഞെന്നറിഞ്ഞ മാർക്കോ എന്നെ തല്ലൂന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. കണ്ണേട്ടന് എഴുന്നേറ്റ് നടക്കണം. അവർക്ക് നല്ലൊരു കുടുംബം ഉണ്ടാവണം, കുട്ടികളും ഉണ്ടാവണം. അതിനുള്ള അർഹത അവർക്കുണ്ട്. എന്നാ ഏത് നേരവും ഏട്ടത്തിയുടെ തകർച്ച മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന കരുണേടത്തിക്കും എന്റെ ഉണ്ണിയേട്ടനോ ഇത്തരം സൗഭാഗ്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ലാത്തത്. അവർക്കൊപ്പം കുറച്ചു കാലം ഞാനും കൂടി. അതിന്റെ കുറ്റബോധം മാത്രമേ ഇപ്പൊ എനിക്കുള്ളൂ. അതിനേക്കാളും കുറ്റബോധം എനിക്കുണ്ടല്ലോ. മേഘന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഞാൻ ചെയ്തത് ദൈവത്തിന് നിരക്കാത്ത കാര്യമല്ലേ. ഇനിയിപ്പോ അതൊക്കെ നമുക്ക് മറക്കാം. എന്നിട്ട് നമുക്ക് കണ്ണേട്ടനും നിന്റെ ഏട്ടത്തിക്കും നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സുരുകി പ്രാർത്ഥിക്കാം. അപ്പോഴേ പെട്ടെന്നെല്ലാം റെഡിയാക്ക്. ഏതായാലും വന്നതല്ലേ, ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ശരി, ഇവിടെ ഇരിക്ക. ഞാനേ ഇപ്പൊ സംഭാരം എടുത്തിട്ട് വരാം. ശരി.